المرسلين وعلى آله وصحبه أجمعين. الله سبحانه وتعالى നമ്മുടെ നമസ്കാരങ്ങളും മുഴുവൻ ഇബാദത്തുകളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബാദികളും രോഗികളായി കഴിയുന്ന മുഴുവൻ പേർക്കും അല്ലാഹു തആല ശിഫയും സലാമത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൗത്തുൽ ഫുജ്അത്തി റാഹത്തുൽ ലിൽ മുഅ്മിനി വ അസഫുൻ അലൽ ഫാജിരി. പൊടുന്നനെയുള്ള മരണം, മൗത്തുൽ ഫുജ്അ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നുള്ള മരണം, ആകസ്മികമായുള്ള മരണം. റാഹത്തുൽ ലിൽ മുഅ്മിനി, അത് മുഅ്മിനായ മനുഷ്യന് സന്തോഷമാണ്, റാഹത്താണ്. വ അസഫുൻ അലൽ ഫാജിരി, അത് ദോഷികൾക്ക് ഖേദവും ദുഃഖവുമാണ്. അല്ലെ, പെട്ടെന്നുള്ള മരണം. കാരണം എന്താ? നമ്മൾ പ്രതീക്ഷിക്കാതെ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള മരണം, ഒരു പ്രയാസവുമില്ലാതെ പെട്ടെന്ന് ഇത് മരിച്ചുപോയി. കാരണം അവൻ, മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അവന്റെ ജീവിതത്തിൽ നാളെ പാരത്രികമായി ലോകത്തേക്ക് പോകാൻ, ഖബറിലേക്ക് പോകാൻ, മരണപ്പെട്ടതിനു ശേഷമുള്ള അവന്റെ ഒരുക്കുമുതലുകൾ ഒരുക്കി കാത്തിരിക്കുകയാണ്. ഏത് സമയം മരിച്ചാലും ഈമാനോടുകൂടി മരിക്കും. അല്ലെ, ഇസ്തിഗ്ഫാർ ചൊല്ലി അവന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും അവൻ പാപമോചനം തേടി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഇത് മരണപ്പെട്ടു പോയത്. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യന് പെട്ടെന്നുള്ള മരണം എന്ന് പറയുന്നത് അവന് റാഹത്ത് ആണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ വഅസഫുൻ അലൽ ഫാജിരി, ധിക്കാരിയായ, തെമ്മാടിയായ, അല്ലെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിന്റെ ഇബാദത്തുകളെ മറന്ന് ജീവിക്കുന്ന, ഈ ദുനിയാവിന് വേണ്ടി മാത്രം ഓടി ജീവിക്കുന്ന ഒരു മനുഷ്യന് പെട്ടെന്നുള്ള മരണം എന്താണ്? അത് ദുഃഖമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം എന്താ? നാം ആരും കൂടുതൽ മരണത്തിനു വേണ്ടി തയ്യാറെടുത്തിട്ടില്ല. ഒരു 2 ദിവസം അസുഖമായി കിടക്കുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് വേദനിക്കും, അല്ലെങ്കിൽ ഒന്ന് പാപമോചനം തേടാൻ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കും. എന്നാൽ പെട്ടെന്ന് മരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളാരും പരിപൂർണ്ണ മുഅ്മിനാണോ? അതിന് പക്വമായവരാണോ? അല്ല. അല്ലേ, നമ്മൾ ഇസ്തിഗ്ഫാർ ചെല്ലാറില്ല, നമ്മുടെ യാത്രയിൽ മരണത്തെക്കുറിച്ച് ഓർമ്മിക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. പക്ഷെ അങ്ങനെ മുഅ്മിനായ മനുഷ്യൻ അഥവാ അത്തരത്തിൽ പാകമായ ഒരാൾക്കാണെങ്കിൽ പെട്ടെന്നുള്ള മരണം എന്താ? സന്തോഷമാണ്. അല്ലാത്ത പക്ഷം പെട്ടെന്നുള്ള മരണം എന്നുള്ള ദുഃഖമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അല്ലാഹു മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം എന്താ? ഓരോ സെക്കൻഡുകളും മരണത്തിനു വേണ്ടി ഓരോ സെക്കൻഡുകളും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം 70 പ്രാവശ്യമാണ് ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് അസ്രായീൽ നോക്കുന്നത്. എന്താ? അള്ളാഹുവിന്റെ ഓർഡർ വന്നിട്ടുണ്ടോ ഇങ്ങനെ റൂഹ് പിടിക്കാൻ വേണ്ടി 70 പ്രാവശ്യം. 70 എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും മരണത്തെക്കുറിച്ച് നാം ആരും ചെയ്യാറില്ല, ഓർക്കാറില്ല. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മാമിൻ സ്വബാഹിൻ വലാ മസാഇൻ ഇല്ലാ മുനാദി യുനാദി. ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ നമ്മോട് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, അയ്യുഹന്നാസ് അർറഹീൽ അർറഹീൽ, നിനക്കൊരു യാത്രയുണ്ട്, നിനക്കൊരു യാത്രയുണ്ട്, യാത്രയ്ക്ക് വേണ്ടി നീ തയ്യാറായിട്ടുണ്ടോ എന്ന് ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അത് കേൾക്കാനുള്ള കേൾവി ശക്തി നമുക്കില്ല, അത് ചിന്തിക്കാനുള്ള ഒരു മാനസികമായ നില നമുക്കില്ല. നമുക്കൊന്ന് എന്താ, മറ്റേതോ ഒരു ലോകത്തിന് വേണ്ടി, ദുനിയാവിന്റെ എല്ലാ തിമിർപ്പുകൾക്കും വേണ്ടി നാം ഓടി ജീവിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്ക് പ്രധാനപ്പെട്ട നാളെ പാരത്രികമായ ലോകത്തേക്ക് കൊണ്ടുപോകാനുള്ള പാധേയങ്ങൾ ഒരുക്കാനുള്ള ഒരുക്കുമുതലുകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഒരുപക്ഷെ നമുക്കുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, മരിച്ചു കഴിഞ്ഞവർ രക്ഷപ്പെടും. മരിച്ചു കഴിഞ്ഞവർക്ക് മരണം എന്നുള്ളത് വലിയൊരു കടമ്പയാണ്. ആ കടമ്പ കടക്കുക എന്നുള്ളത് വലിയൊരു പ്രയാസമാണ്. കാരണം എന്താ? 3 ഘട്ടങ്ങൾ ഒരു മനുഷ്യൻ മരിക്കുന്നതോടുകൂടി 3 ഘട്ടങ്ങൾ കഴിഞ്ഞു രക്ഷ പ്രാപിച്ചു. പിന്നെ അങ്ങോട്ട് അവന്റെ ഒന്നുകിൽ വിജയമായിരിക്കും, അല്ലെങ്കിൽ നരകമായിരിക്കും. അള്ളാഹു വിജയികൾ നമ്മെ ഉൾപ്പെടുത്തട്ടെ. പക്ഷെ അതിനു മുമ്പുള്ള ഒരു പ്രയാസകരമായ ഒരു ഘട്ടമാണ് മരണത്തിന്റെ ഘട്ടം. വിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ കാണാം 3 ഘട്ടങ്ങൾ. ഒന്ന് മിറാറത്തുൽ മൗത്തി, മരണത്തിന്റെ വളരെ ഭീതിതമായ അതിന്റെ കയ്പ്, അതിന്റെ മരണത്തിന്റെ വേദന, അത് മരിച്ചാലിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് രക്ഷപ്പെട്ടു അടുത്തൊരു കടമ്പയിലേക്ക് കടന്നു. രണ്ടാമത്തെ റുഇയത്തുൽ മലക്കി, മലക്ക് അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി കടന്നു വരുന്ന രംഗമുണ്ട്. അത് മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ എന്ത് ചെയ്യും?
നല്ല സന്തോഷത്തോടു കൂടിയായിരിക്കും കടന്നു വരുന്നത്. അല്ലാത്ത പക്ഷമാണെങ്കിലോ ഒരു മുനാഫിക്കോ അല്ലെങ്കിൽ അല്ലാത്ത വിശ്വാസി അല്ലാത്ത മനുഷ്യനോ ആണെങ്കിൽ അവന്റെ അടുക്കലേക്ക് അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്ന രൂപം വിശുദ്ധമായ ഹദീസുകളിലൂടെ വ്യത്യസ്തമായ രീതിയിൽ പറയുന്നു. ഭീതിതമായ അവസ്ഥയായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ മരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ കടമ്പയും ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഖൗഫുൽ ഖാത്തിമത്തി, ഞാൻ മരിക്കുന്നത് എന്റെ മരണത്തിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? നല്ല മരണമായിരിക്കുമോ, ഈമാനുള്ള മരണമായിരിക്കുമോ, അതല്ല ദുർമരണമായിരിക്കുമോ? ഇങ്ങനെയുള്ള ഒരു ഭയം. കാരണം മരിച്ചാലെ സംബന്ധിച്ചിടത്തോളം ഇനി ആ ഒരു ഭയത്തിന്റെ ആവശ്യമില്ല. അതും അയാൾ എന്ത് ചെയ്തു? തരണം ചെയ്തു. പക്ഷെ ജീവിച്ചിരിക്കുന്നവരാണ് ഈ ഒരു ഘട്ടത്തെ പ്രതീക്ഷിച്ച് കഴിയേണ്ടത്. അല്ലാഹു തആല പരിപൂർണ്ണ സലാമത്ത് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയം ഏറ്റവും ഉത്തമമായ സമയത്ത് ഉത്തമമായ സ്ഥലത്ത് വെച്ച് വിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഉറക്കെ ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എവരെയും ഉത്തമ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.